വലിയ താടി വെച്ചതുകൊണ്ടോ അല്ലെ വലിയ ദീനിന്റെ ആളായി തോപ്പിട്ട് നടന്നതുകൊണ്ടോ സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചെയ്തികളിൽ അല്ലെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യത്തിനല്ല അവർ നിർബന്ധിക്കുന്നതെങ്കിൽ അവിടെ മാത്രമാണ് അല്ലെ മുസ്ലിം അല്ലാത്ത മുശ്രിക്കായ മാതാപിതാക്കളോട് പോലും എങ്ങനെ നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അവരെ അള്ളാഹുവിന്റെയും റസൂലിനെയും ധിക്കരിക്കുന്നതല്ലാത്ത ഏത് വിഷയത്തിലും അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ്. അതിന് മാത്രം ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ, ഹറാം ചെയ്യാൻ നിർബന്ധിച്ചാൽ, ബിദ്അത്തിന് വേണ്ടി നിർബന്ധിച്ചാൽ മാത്രമേ അവിടെ നോ പറയേണ്ടതുള്ളൂ. അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ എങ്ങനെ പരമാവധി അവരെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സഹോദരങ്ങളെ നമ്മളെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഭയപ്പെടണം. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ വിഷയത്തിൽ നമ്മളെ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അല്ലെ, നേരെ തിരിച്ചുള്ള ആളുകളുണ്ട്. ജോലി രാജിവെച്ച് വന്ന് മാതാപിതാക്കളെ നോക്കുന്നവരുണ്ട്. അല്ലെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനെ കണ്ടു. നാട്ടിൽ കുറെ കാലമായിട്ട് കാണാത്ത ആളാണ്. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചപ്പം, എന്താ കുറെ കാലത്തിന് ശേഷം ചോദിച്ചപ്പം ഞാൻ നിർത്തിപ്പോന്നു എന്നാണ്. വാപ്പാക്ക് തീരെ സുഖല്ല, ഇനി വാപ്പാനെ നോക്കാൻ ഇനി ചാൻസ് കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്ത് അദ്ദേഹം നാട്ടിലേക്ക് വന്നാണ് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി മാത്രം. സഹോദരങ്ങളെ, അങ്ങനെയും ആളുകളുണ്ട് അല്ലെ. വൃദ്ധരായ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് സ്വർഗം നഷ്ടപ്പെട്ടാൽ, ഒരാൾക്ക് സ്വർഗം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്ന് ജിബ്രീൽ മിമ്പറമെന്ന് പ്രാർത്ഥിച്ചപ്പം അള്ളാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ഇത് നമ്മളെന്താ അറിയോ, നമ്മളെ നാട്ടില് ചെറിയ മകന്റെ പണിയാണ് വാപ്പാനിമ്മാനി നോക്കല്. വീട് അവനല്ലേ കൊടുത്തത് അല്ലെ, വീട് അവന് കുറഞ്ഞ വിലക്ക് ചെറിയ മകന്റെ ഓഹരി നിശ്ചയിച്ചു അല്ലേ. അതിനൊരു വില നമ്മൾ വാങ്ങിയിട്ടില്ല ഒറ്റയ്ക്കെന്ന്. കാരണം അതിന് വില കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇളവ് ചെയ്തു കൊടുത്തു. എന്തിനു വേണ്ടി? വാപ്പാനിമ്മാനി ഓനല്ലേ നോക്കണത്. സഹോദരങ്ങളെ, അങ്ങനെ തട്ടിക്കളിക്കേണ്ടവരല്ല മാതാപിതാക്കൾ എന്നത്. നമ്മളെ കൂടെ നിർത്തണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സഹോദരങ്ങളെ, കൃത്യമായിട്ട് അവരെ വിഷയത്തിൽ ഇടപെട്ട് അവരെ കൂടെ നിൽക്കേണ്ട സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അവരെ കൂടെ നിൽക്കേണ്ടതുണ്ട്. എപ്പോഴും വാപ്പാനൊപ്പം നിൽക്കണം എന്നതിനർത്ഥമല്ല. പക്ഷേ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളിലും നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ആ സന്ദർഭത്തിൽ നമ്മുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭവും സാഹചര്യവും ഒരു ഗർത്തക ജീവിതത്തിൽ വരും. ആ സന്ദർഭത്തിലെങ്കിലും സഹോദരങ്ങളെ അവിടെ എത്തി നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീന് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ വിഷയം കുറച്ച് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്.